ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചേമ്പും താളും ഇലയും വെച്ചുള്ള ഒരു കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചേമ്പിലയും തണ്ടും എടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ തുമരപ്പരിപ്പും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ തുമരപ്പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകി നമുക്കൊന്ന് കുക്കറിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നമുക്ക് ഈ ചേമ്പലയും തണ്ടും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചേമ്പും താളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചേമ്പിൻ്റെ തണ്ടെല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു. അതുപോലെ തന്നെ ഇലയും കഴുകിയെടുത്തിട്ടുണ്ട്. ഈ ഇലയും കൂടെ നമുക്കിതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇലയെല്ലാം അരിഞ്ഞെടുത്തു. ഇനി ഇത് നമുക്ക് പരിപ്പ് വെന്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ശകലം കുടംപുളിയാണ്. മീനിനകത്തൊക്കെ ചേർക്കുന്ന പുളി, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം വാളംപുളി ചേർത്താലും മതി. ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. താള് കറിക്കായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് കുറച്ച് കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 ചുവന്നുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. 2 വെളുത്തുള്ളി ഇട്ടത് കൊടുക്കാം. പിന്നെ ഒരു പിടി തേങ്ങ തിരുമ്മിയതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യം വെള്ളം ഒഴിക്കാതെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം. താളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഇതൊരു ചട്ടിയിലേക്ക് മാറ്റാം. ചട്ടിയിലേക്ക് മാറ്റുവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ജാറ് കഴുകി ഇതിലെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കറി ഒന്ന് തിളച്ച് പതഞ്ഞ് വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യണം. ഇനി ഇതിന് നമുക്ക് കടുക് താളിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി, മുളക്, അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ചേമ്പിന് താളുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.